അമൃത ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. വളരെ സീരിയസ് ആയിട്ട് ഞാൻ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു സീരിയസ് ടോക്സ് വിത്ത് കോമഡി മാസ്റ്റേഴ്സ്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെ ഒരു ഇത്രയും കാലം തമാശ രൂപേണ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഇപ്പൊ അതിശക്തമായിട്ട് എന്റെ ശബ്ദം ഉയർത്തണം എന്ന് എനിക്ക് തോന്നി. ഓ, അതാണോ ഇങ്ങനെ താഴ്ത്തി പറഞ്ഞേ? അല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ലഹരി വിമുക്ത കേരളം. കാര്യല്ലേ പറഞ്ഞേ? ഇത് പറയുന്ന ആരാന്ന് ആലോചിച്ചിട്ട് ചിരിച്ചു പോയതാ. അല്ല, ഞാൻ ഭയങ്കര ക്ലീൻ ആണ്. ആണല്ലേ? പിന്നെ അതെനിക്ക് എവിടെ വേണമെങ്കിലും പറയാൻ പറ്റും. ഇപ്പൊ എല്ലാരും പറയുന്നൊരു സാധനമുണ്ട്, നമ്മള് ഭയങ്കര ഓണായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറയും എന്തോ ഉണ്ട്. കേൾക്കാറുണ്ടോ ഇല്ലയോ ചേട്ടാ? പക്രു ചേട്ടാ, പൊതുവെ പറയുന്ന അങ്ങനെയൊക്കെ തന്നെയല്ലോ. അല്ലാതെ കുറച്ച് സന്തോഷത്തിൽ സ്റ്റേജിൽ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ തന്നെ പറയും എന്തോ അവൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് ആരുടെയും കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല, എല്ലാം പേഴ്സണലായിട്ടൊരു കാര്യമാണ്. പക്ഷെ ചിലയിടത്ത് നമ്മൾ വിചാരിക്കും ഒരു ഗാനമേളക്കൊക്കെ പോവാണെങ്കിൽ, അല്ലെ അവിടെ ഇച്ചിരി ഓളം വെക്കുന്ന ചേട്ടന്മാരെ കാണുമ്പോൾ നമുക്കറിയാം സെറ്റാണ്. അവരെ കാണുന്നത് തന്നെ ഒരു അത് നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമിന് മുമ്പ് അറിയാലോ ചേട്ടാ, നമുക്ക് ഫ്രണ്ടിൽ ഒരു 2-3 പേര് കാണും നല്ല സൂപ്പറായിട്ട്. അവര് പുറകിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതെ, അതിനുവേണ്ടി സെറ്റായി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് അടിപൊളി പാട്ടുകളും മതി. അത് ആദ്യം തന്നെ പറയും പാടാൻ. അങ്ങനെയൊക്കെയുള്ള ആവേശ കമ്മിറ്റി വേറെ ഉണ്ട്. ഇങ്ങനെ ചില 2-3 പേര് മറ്റേ സ്പെഷ്യൽ പെർഫോമൻസിന്റെ ആൾക്കാരുണ്ട് ഫ്രണ്ടിൽ വന്ന്. ഇവര് ഒറ്റയ്ക്കാണ് ഇവര്. നമ്മുടെ പാട്ടുകാരെ ഒന്നും നോക്കിയിട്ടല്ല, ഇവര് സ്പീക്കറുമായിട്ടാണ് ബന്ധം. സ്പീക്കറിനെ നോക്കിയായിരിക്കും അവര് പ്രണയിക്കുന്ന സ്പീക്കറിനെ പാട്ടുകൾ വരുമ്പോ. എപ്പോഴെങ്കിലും അങ്ങനത്തെ അവസരങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടോ? പിന്നെ ആണ് പല രീതിയിലുള്ള. ചിലവർ ഭയങ്കര സ്നേഹത്തോടു കൂടി വന്ന് പറയും, ചിലവർ വിടില്ല. അതായത് ആദ്യത്തെ 2ാമത്തെ പാട്ട് തൊട്ട് ചിലപ്പോൾ തുടങ്ങും. ചില ജയൻ ഫാൻസ് കാണും, ജയൻ സാറിന്റെ ഫാൻസ് കാണും. ഈ 2ാമത്തെ പാട്ട് മുതൽ 24ാമത്തെ 25ാമത്തെ പാട്ട് വരെ നമ്മുടെ നിരന്തരമായി, അതായത് അവര് ചിലപ്പോൾ അടിച്ച് നല്ല സെറ്റായിട്ട് നിൽക്കുകയാണെങ്കിലും ഈ ഒരു കാര്യം മാത്രം ഈ ലൂപ്പിൽ ഇങ്ങനെ കടന്നുകൂടും. ജയന്റെ പാട്ട്, 4ാമത്തെ പാട്ട് വീണ്ടും പറയും ജയന്റെ പാട്ട്, ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചിലവര് സംഭവം എന്തെന്ന് വെച്ചാൽ അതെനിക്കൊരു ഇത് വന്ന്, അത് ഈ പറഞ്ഞ പോലെയാണ്, അവർക്ക് ബോധം ഇല്ലാത്തതിന്റെ ആയിരിക്കും. ഇങ്ങനെ കയ്യിൽ വന്ന് പിടിക്കും. കയ്യിൽ വന്ന് പിടിക്കാൻ നേരത്തപ്പോ ഷെയ്ക്കിന്റെ പല പ്രാവശ്യം ചോദിച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കാൻ നേരത്ത് ഇവരിവിടെ ഒരു ഞെക്കല ഇവിടെ ഇറുക്കിയിട്ട് എനിക്ക് പല പ്രാവശ്യം ഇവിടെയൊക്കെ അങ്ങ് മുറിഞ്ഞു പോയിട്ടുണ്ട്. നഖം കൊണ്ട് മുറിഞ്ഞു, അതിലിങ്ങനെ ഇറുക്കി ഇങ്ങനെ പിടിക്കുന്നതാ. പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോ ഇവരെ നഖം കൊണ്ട് എത്രത്തോളമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നുള്ളതൊന്നും അവർക്ക് ഇതില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് നമ്മുടെ ഈ ഗൾഫ് ഷോ അല്ലെങ്കിൽ പുറത്തുള്ള പ്രോഗ്രാം ഇവിടെ നാട്ടിലാണെങ്കിലും ഒരു സ്റ്റേജില് നമ്മൾ ഈ ചെയിൻ സോങ് പാടില്ലേ ലാസ്റ്റ് പ്രോഗ്രാം തീരുമ്പോൾ, അന്നേരമാണല്ലോ ഇതിന്റെ ഒരു പാരമ്യത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഒരു എന്താ പറയുന്നത്, അങ്ങേ അറ്റത്തൊരു ലൈനിലേക്ക് അങ്ങ് വരും. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതങ്ങോട്ട് പിടിവിട്ടിട്ട് സ്റ്റേജിലോട്ട് കയറി വരും. കേരള വന്ന് ഡാൻസും സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഞാനും ഒരു പാട്ട് പാടുന്നുണ്ട്, മറ്റേ അന്തിക്കാട് ഇതൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മള് ഇത് പാടാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ ഞാൻ നോക്കിയപ്പോ എന്നെ ഒരാളങ്ങ് എടുത്ത് പൊക്കി ഇങ്ങനെ തോളത്ത് വെച്ചിട്ട് പുള്ളി തുള്ളിക്കൊണ്ടിരിക്കുക. അതിന്റെ കൊടുത്തി നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരല്ലേ മേടിക്കാൻ തരില്ലെന്ന് പുള്ളി കൊണ്ടു നടക്കുകയാണ്. ഞാൻ എന്ത് പാടുപെട്ടിട്ടാന്നറിയോ ഞാൻ ഏറിയുന്ന താഴെ വന്നത്. പക്ഷെ വേറൊരു കാര്യം പറയാം, ഇവരൊന്നും ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഓളം ഉണ്ടല്ലോ, സ്റ്റേജ് തന്നെ നിർവീര്യമായി പോകും അല്ലേ? സത്യം. കാരണം ഇവരൊക്കെ തന്നെ ഇപ്പൊ പറഞ്ഞ ഈ ഗ്രൂപ്പൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ആവേശം തന്നെയാണ് സ്റ്റേജിന്. ഇതിനെപ്പറ്റി നമുക്ക് ഒരിക്കലും എന്തത് പോസിറ്റീവ് ആണെന്ന് പറയാനും പറ്റില്ല, എന്നാൽ അത് നെഗറ്റീവ് ആണ് കൂടുതൽ സൈഡ് ഉള്ളത്. അവർ പ്രോപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നു ബോധവൽക്കരണം ഇല്ലാത്തതാണ് ഒരു സീൻ എന്ന് തോന്നുന്നു. ഒരു പക്ഷെ നമുക്ക് നമ്മുടെ എപ്പിസോഡിലൂടെ അങ്ങനെ ഒരു ചെറിയൊരു ബോധവൽക്കരണം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ കൊടുക്കണം നല്ലതല്ലേ? കാരണം എന്താ വെച്ചാൽ എപ്പോഴും ചിരിയും കാര്യങ്ങളാണ്. ആ ചിരിക്കകത്തൂടെ കുറച്ച് ചിന്തിക്കാനുള്ള കാര്യം കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. എങ്കിൽ നമുക്കൊരു റിട്ടയർഡ് എക്സൈസ് ഓഫീസറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ പ്ലീസ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സാറിന് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് വേണമെങ്കിൽ ഒന്നുമില്ല, ഒരു ചെറിയ ടീപ്പോയോ എന്തെങ്കിലും കിട്ടിയാൽ നമ്മുടെ സാധനം ഒന്ന് വെക്കാൻ വേണ്ടി. ഓക്കെ കലേഷ് ബ്രോ ഒരു ടേബിൾ. സോ ഞാൻ അവിടെ ഉണ്ടാവും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നോളൂ. അല്ല, രണ്ടെണ്ണമൊക്കെ അടിച്ചു പോവാം. പോയിരുന്നോളൂ. മാറിപ്പോയതായിരുന്നോ? കേട്ട തെറ്റിയല്ലേ? സാർ ഇതാരാ? അങ്ങയുടെ കൂടെയുള്ള കോൺസ്റ്റബിൾ ആണോ? അതെ. നമസ്കാരം.
അതായത് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിന് വേണ്ടി വന്നതാണ്. ഞാൻ എപ്പോഴും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുമ്പോഴും ആ ഹാള് നിറയെ ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ പകുതിയും ബോധമില്ലാത്തവരായിരിക്കും. അല്ല, ഞങ്ങൾക്ക് ബോധമുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചാകുമ്പോ ഈ നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇതൊരു റീച്ചുള്ള ഒരു പ്രോഗ്രാം അല്ലേ, അതുകൊണ്ട് എല്ലാവരും കാണുമല്ലോ എന്നുള്ള ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ തെരഞ്ഞെടുത്തത്. അല്ലേ, ഇതിനെപ്പറ്റി പറഞ്ഞില്ല. ഇതിനെപ്പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റഷ്യൻ സാധനമാണ്. അതായത് ഒരു 16 വർഷം പഴക്കമുള്ള സാധനമാണ്. അപ്പൊ ഇതിന്റെ വീര്യം കൂടും. അങ്ങനെയുള്ള ഒരു സാധനമാണിത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മദ്യപാനത്തെ കുറിച്ച് പറയാനുള്ളത്, പകലരുത്, പതിവരുത്, പലരരുത്. മനസ്സിലായോ? അതായത് മദ്യപാനം പകല് പാടില്ല. അല്പസ്വല്പം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. അതാണ് പകലരുത് എന്ന് പറഞ്ഞത്. ഇത് പതിവരുത്, ഇത് പതിവാക്കരുത്. ഈ വൈകിട്ട് അടിക്കുന്നതും പതിവാക്കരുതെന്നാണ് പറയുന്നത്. മനസ്സിലായി? പലരരുത്. എന്താണ് പലരരുത്? കൂട്ടം കൂടിയുള്ള അല്ലെങ്കിൽ കൂട്ടുകാർ ചേർന്നുള്ള മദ്യപാനം പാടില്ല. മനസ്സിലായോ? ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കണം. ഒറ്റയ്ക്ക് അതാണ് സേഫ്. അപ്പൊ എന്താണ് പകലരുത്, പലരരുത്? ഒന്ന് പറയൂ, 3 പ്രാവശ്യം. പകലരുത്, പകലരുത്. നമ്മൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇത് കുഴയാതെ പറയുന്നത് അഥവാ നിങ്ങൾ ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഊതണ്ട യന്ത്രത്തിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഓക്കെ, നിങ്ങൾ പക്കയാണ്. തെറ്റി. ഇല്ല, സാർ ഇത് സെപ്പറേറ്റ് ആയിട്ട് പറയണം സാർ. എല്ലാരും സെപ്പറേറ്റ് ആയിട്ട് പറയണം. വിധു മാത്രം ഒന്ന് പറയൂ. പകലരുത്, പതിവരുത്, പലരരുത്. ഓക്കെ ആണല്ലോ. എലിനടുത്തൊന്ന് ചോദിക്കും. ഇല്ല സാർ, ഞാൻ ക്ലീൻ ആണ് സാർ. അല്ല, പറയണോ? പറഞ്ഞോളൂ. എനിക്ക് മലയാളം അറിയില്ലാത്ത കുട്ടിയാണ് ഞാൻ. പകലരുത്, പതിവരുത്, പലരരുത്. ഇന്നലെ ചെറുതായിട്ട് പക്ഷേ പതറരുത്. ചെറിയൊരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ചെറിയൊരു ക്ഷീണം കിടപ്പുണ്ട്. അത് ഒരു 2 സെക്കൻഡ് ഡിലേ വന്നില്ലേ? വന്നു. അതിലാണ് എനിക്ക് സംശയം. അതപ്പോ ഒരു ഗ്ലാസ് മോരിൽ തീരാവുന്ന കേസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ. ഈ മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടു? അല്ല, അങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ പറയുന്ന പോലെ. ശുദ്ധ ഭോഷ്കാണത്. അങ്ങനെ ഇല്ല, ശുദ്ധ മണ്ടത്തരമാണ്. ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാരണം ഒരു ബാറുകാരൻ അറിയാതെ വേണമെങ്കിൽ മദ്യപാനം നിർത്താം ഒരുവന്റെ. ഒരു ഷാപ്പുകാരൻ അറിയാതെ വേണമെങ്കിൽ ഒരുവന്റെ മദ്യപാനം നമുക്ക് നിർത്താം. അവന്റെ സുഹൃത്തുക്കൾ അറിയാതെ വേണമെങ്കിൽ അവന്റെ മദ്യപാനം നമുക്ക് നിർത്താം. പക്ഷേ അവൻ അറിയാതെ എങ്ങനെ അവന്റെ മദ്യപാനം നിർത്താൻ പറ്റും? അറിയണമെന്നാണോ സാർ പറയുന്നത്? അവൻ അറിയണം, അവനെ അറിയിക്കണം, അവനോട് പറയണം. എന്നാലും മറ്റേത് മണ്ടത്തരമാണ് കേട്ടോ. എനിക്കൊരു സംശയമുള്ളതേ, എന്താണത്? ഈ കല്യാണ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സ് ആൺകുട്ടികൾ. അതെ, അതുപോലെ തന്നെ മദ്യപിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 23 വയസ്സാണ്. 23 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മദ്യം കൊടുക്കുള്ളൂ. അതെന്താണ്? അതെന്താ സർക്കാരിന്റെ ഒരു, അതായത് ബോധപൂർവമുള്ള ബുദ്ധിപരമായ ഒരു തീരുമാനമാണത്. അതായത് 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചാൽ 2 വർഷം കഴിഞ്ഞാൽ ഏതവനായാലും മദ്യപിക്കുമെന്ന് ഗവൺമെന്റിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അത് സ്വാഭാവികം എന്ന് വേണം പറയാം. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ സാർ. ഈ ആൽക്കഹോള് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ മുടി നരക്കില്ല എന്നിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. യുവാക്കളായിരിക്കും. അത് നല്ലൊരു ചോദ്യമാണ്. വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അതെ സാർ. അതായത് അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ മറ്റേ സാർ പറഞ്ഞില്ലേ, വിവാഹം കഴിക്കാനുള്ള പ്രായം എത്രയാണ്? 21. മദ്യം ഔട്ട്ലെറ്റിൽ നിന്ന് മേടിക്കാനുള്ള പ്രായം എത്രയാണ്? 23. ഈ 23 വയസ്സിന് താഴെയുള്ളവൻ ഈ മദ്യം മേടിച്ചടിച്ചാൽ അവൻ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് അവന്റെ കാറ്റ് പോകും. അങ്ങനെ മുടി നരക്കേണ്ടി വരില്ല എന്നാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. സാർ, നമ്മള് പലതരത്തിലുള്ള കുടിയന്മാരെയും ഞങ്ങളുടെ സർവീസിൽ കണ്ടിട്ടുണ്ട്. അതായത് കുടിച്ചു കഴിഞ്ഞാൽ കരയുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര കരച്ചില്ല. കുടിച്ചു കഴിഞ്ഞാൽ അമ്മയോട് സ്നേഹം. അതുവരെ അവന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്മയെ കണ്ടിട്ട് അവനൊരു വേണ്ടതില്ല. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞ ഭയങ്കര സ്നേഹം. അമ്മ നാളെ ഊട്ടിക്ക് കൊണ്ടുപോകും, നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. ഒരുപാട് ഓഫറുകളൊക്കെ. അങ്ങനെ ചില കുടിയന്മാർ കുടിച്ചു കഴിഞ്ഞാൽ ഉടുതുണി എടുത്ത് തലേ കെട്ടും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. പക്ഷെ ചില കുടിയന്മാര് കുടിച്ചു കഴിഞ്ഞാൽ ചിരിക്കും. കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടില്ലേ? ഭയങ്കര ചിരിയായിരിക്കും. കഴിഞ്ഞ 2 മാസം മുന്നേ ഞങ്ങളത് സത്യം കണ്ടു. പറഞ്ഞാൽ ഇവര് ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ജീവിതത്തില്. ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ വരുമ്പോഴാണ് ഇവർ ഈ മദ്യപിക്കുന്നത്. അവര് ചിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. അവന്മാർ വിഷയമാണ്. അവന്മാർ ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഈ സാധനം എടുത്തടിക്കും. പിന്നെ അവര് ചിരി നിർത്തത്തില്ല. അവരിങ്ങനെ പയ്യെ പയ്യെ ചിരിച്ചിരിച്ചങ്ങ് തുടങ്ങും. പിന്നെ എന്നാ പറഞ്ഞാലും മറ്റേ പിന്നെ എന്ത് പറഞ്ഞാലും ചിരിക്കുമാര്. ഓവറായിട്ട് ചിരിക്കും. അങ്ങനെ ചെറിയ കാര്യം മതി. കലക്കെയാന്ന് തോന്നുന്നു. ആ പോട്ടെ, ആ വിഷയം ഇവിടെ. പിന്നെ അവർ പിന്നെ ഭയങ്കര ശരിയായിരിക്കും. ഇപ്പൊ തന്നെ അത് അവരുടെ ടെൻഷൻ കൂടുമ്പോഴാണ് അവർ ഈ എടുത്ത് ഇത് അടിക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ള ഒരു സന്തോഷം. പിന്നെ അവര് മുടിഞ്ഞ ചിരിയായിരിക്കും. അത് ചിരി എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ചിരി അല്ലേ? അങ്ങനെ നല്ല സന്തോഷം പ്രകടിക്കുന്നവരുണ്ട് അല്ലേ? പിന്നെ അവർക്കും ഏതിലും അവർ ആഹ്ലാദം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, പരമമായ സ്ഥായിയായ ലക്ഷ്യം. പക്ഷേ വേറെ ചില കുടിയന്മാരുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറിന് അറിയാം, ഗാനമേളയ്ക്ക് ഫ്രണ്ടിൽ വന്നിട്ട് അവരുടെ കലാവാസന ഉണരും. പയ്യെ കലാകാരായിട്ട് മാറും. പിന്നെ അവരാണ് ആ നാട്ടിലെ മെയിൻ കലാകാരൻ. ക്ലാസിക്കൽ സോങ് പാടിയാലും പിന്നെ അവൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു. സാർ ഇപ്പൊ ഒരു പാട്ട് പാടിയാൽ നമുക്ക് അതുപോലത്തെ എന്തെങ്കിലും ഒരു കലാകാരന്റെ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ എനിക്ക് വേറെ സപ്പോർട്ട്. അപ്പൊ ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ കേട്ടു, വിധു പറയുന്നത് ഞാൻ കേട്ടു. ചില ടീമുകള് സ്പീക്കറെ നോക്കി ഡാൻസ് കളിക്കും. ഞാൻ കേട്ടത് അത് ഒരുപാട്. പിന്നെ ചില ടീമുകളുണ്ട് ഏറ്റവും ബാക്കിൽ, ആ ഓഡിയൻസ് എല്ലാം അങ്ങോട്ടായിരിക്കും, പക്ഷേ പുള്ളി ആരുമില്ല, ഒറ്റയ്ക്ക്. അങ്ങനെ ചില ടീമുകളുണ്ട്. അങ്ങനെ ചിലപ്പോ ഒരു ട്യൂബിന്റെ കീഴിലായിരിക്കും കളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില സാറിന് പാട്ട് പാടി കഴിഞ്ഞാൽ പറയാൻ പറ്റും. അതല്ലേ? സാർ ഓക്കെ അല്ലേ? പറയാൻ പറ്റും. സാർ ഓക്കെ അല്ലേ? സാറ് ക്ലാസ് എടുക്കുമല്ലേ? സാറിന് പാട്ടാണ് അത്യാവശ്യം. ശരി. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണെ നിന്റെ മണിമയിൽ ചാർത്തിയിടാം, തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. കുക്കു 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 കുക്കു. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കുക്കു 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 കുക്കു. കണി കാണാ കുന്നിൽ മിന്നും തിരുകോടിപ്പാവും കുക്കു 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 കുക്കു. ഇത് തന്നെ സാധനം. ഇതല്ലേ ശരി കാണുന്നത്. ഇത് തന്നെ. സാറ് ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ ഞാൻ എന്താ വന്നേന്ന്? സാറ് എവിടെ ബോധവൽക്കരണ ക്ലാസ് എടുത്താലും അപ്പൊ സാധനം ഇങ്ങനെ പോകും. അങ്ങനെ സാധനം വീട്ടിൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ പോയാലോ സാറേ? പോയേക്കാം. പോവാം. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? പോയേക്കാം. പോവാം പോവാം സാറേ. പിന്നെ അതാരെ എടുക്കൂടാ, എടുത്തോളൂ വേടാ. അതെടുക്കാം. ഈ സാറിന് അപ്പൊ ശരി. പറ്റും മറ്റേ സാധനം ശരി സാർ. ശരി സാർ. അരുത്. ഇതാണ് ലഹരിക്കെതിരെയുള്ള ബോധം ഇല്ലാത്ത വൽക്കരണം. വിത്ത് എക്സാമ്പിൾ. കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളെ തുമ്പക്കൊടി അഴകുള്ളിവളാരോ. എന്റെ ഭഗവാനെ, അങ്ങനെ കാത്തിരുന്ന് എന്റെ മോന്റെ കല്യാണം അങ്ങ് മംഗളകരമായിട്ട് നടന്നു കിട്ടി. ഇനി നീയാ ഈ വീടിന്റെ വിളക്ക്. കയ്യോടെ ഈ താക്കോൽ അങ്ങ് പിടിച്ചാട്ടെ. ഓ, എന്ത് നല്ല സ്നേഹമുള്ള അമ്മായിമേനെ എനിക്ക് കിട്ടിയത്. വന്ന് കേറിയുണ്ട തന്നെ അലമാരുടെ താക്കോൽ എനിക്ക് തന്നില്ലേ? അയ്യോ, ഇത് അലമാരിയുടെ താക്കോലല്ല, വിറകുവരയുടെ താക്കോല. ഇക്കണ്ട കാലം മുഴുവൻ ഞാനാ വിറകടുപ്പിൽ കിടന്ന് ഊതിയത്. ഇനി മോലെ നീ അങ്ങ് ഊതിയാ മതി. എനിക്ക് വയ്യ വിറകെടുക്കാൻ പോയിട്ട് പാമ്പിന്റെ കാടി കൊണ്ട് ചാകാൻ. ഓ മാമ, എന്തായിരുന്നാലും ചെറുക്കന്റെ കല്യാണം ആടെയും പൊളിയായിട്ട് നടന്നു. എന്തൊരു തിരക്കായിരുന്നല്ലേ? ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ചയോ? 1 മാസവും 3 ദിവസവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, മാമൻ വെറും പയറോടെ വന്നു, വെറും പയറോടെ തിരിച്ചു പോവാ. അതെന്ത് വർത്തമാനമായി പറയുന്നേ? എന്റെ മാമ മഴക്കോള് കയറി വരുവാ. എന്തെങ്കിലും കഴിച്ചോണ്ട് ഇവിടെ കാനും കുത്തിയിരിക്കും. ഇവിടെ കഴിക്കാൻ വിശപ്പില്ലെന്ന്. മഴ വന്നാലും കുഴപ്പമൊന്നുമില്ല, കൈ കൊടയിരിക്കല്ലേ. ഇത് മൂത്ത് കാണാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം തേത്ത് വിടത്തില്ല. എന്ത് കൊടക്കാത്ത നിങ്ങൾ ബേക്കറി നടത്തുന്ന ഓർമ്മ
ചുമ്മാതല്ല, ഇവിടെ 150 പേർക്ക് തലേദിവസം ടീ പാർട്ടിക്ക് വെച്ചിരുന്ന ബേക്കറി സാധനം 50 പേർക്ക് പോലും തികയാതെ പോയത്. ഇവിടുന്ന് 2-2.5 മണിക്കൂർ യാത്രയില്ലേ, ആ സമയത്തൊന്ന് കുറയ്ക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയതാ. ഇതേ 2.5 മണിക്കൂറല്ല, നിങ്ങൾ 2.5 മാസം ഇരുന്ന് കുറച്ചാലും തീരത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചവച്ചാണ് കഴിക്കൂലേ? അതിനാ ഞാൻ വീട്ടിൽ മിക്സി മേടിച്ച് വെച്ചേക്കുന്ന പൊടിച്ചടിക്കും. അത് വേറെ കാര്യം. മാമാ പിന്നെ ഒരു കാര്യമുണ്ട് മോളെ, ഇവർ രണ്ടുപേരെ മോള് നോക്കിക്കോണം, മനസ്സിലായ? അമ്മാവനാന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, ഇത് ഏത് വകയില അമ്മാവനാ? അപ്പച്ചിക്ക് ശ്രീധരൻ കിട്ടിയ വകയില്. അല്ല, അപ്പച്ചിനെ കെട്ടിച്ച മാമന്റെ പെങ്ങളെ കെട്ടിച്ച പുള്ളിക്കാരന്റെ മകളെ കെട്ടിച്ച വീട്ടിലെ ആ അവിടുത്തെ അപ്പച്ചിയുടെ. അയ്യോ, പിന്നെ ബാക്കി എന്തുവായിരുന്നു മാമ? എടി, അപ്പച്ചിയുടെ മൂത്ത മോന്റെ കാനഡ ഉള്ള സുധാകര മാമന്റെ ഇളയ മോന്റെ മൂത്ത അനിയന്റെ മാമനാണ് ഞാൻ. വന്ദേ ഭാരത് ട്രെയിനായിട്ട് നീളുണ്ടല്ലേ നിങ്ങളെ കുടുംബത്തിന്? പിന്നെ ഇതൊരു ചെറുക്കനെ കണ്ടെന്ന് യാത്ര പറഞ്ഞിട്ട് പോവാം. കാരണം അവന്റെ കല്യാണത്തിന് ഞാൻ ഓടി കിടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതല്ലേ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറയാതെ പോയ മോശമല്ലേ. മോളെ പാലെടുത്തില്ല, വാ. ആ മോനെ ചെറുക്കാ, ഇപ്പൊ ശാന്തി മുഹൂർത്ത് പാട്ടിട്ട് ഇവിടെ പോയി കിടക്കൂടാ കൊച്ചാടാ. മോനെ, എന്തുവാടാ നിന്നെ കട്ടിൽ പ്രസവിച്ചിട്ടാണ്? നീ ആദ്യരാത്രിയായിട്ട് കട്ടിലിന്റെ മേലല്ലേ കിടക്കട്ടെ? ഈ കട്ടിലിന്റെ അടി നീ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു? എന്റെ മാമ, കട്ടിലിന്റെ മുകളിൽ ഞാൻ കിടക്കണമെന്നുണ്ടെങ്കിൽ കട്ടിലിന്റെ കാലിന്റെ ആണി എളികിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പിക്കണ്ടേ? നമ്മുടെ സേഫ്റ്റി നമ്മള് നോക്കണ്ടേ? അപ്പൊ കട്ടിലിന്റെ കാര്യം ഇന്ന് വില കൂടുതലുള്ള കട്ടിലാണെന്നും പറഞ്ഞു തന്നത്, ഇത് എന്തായി തീരുമെന്നാവോ? ആ മോനെ, ഓ, കട്ടിലിന് ചെറിയ പൊളവലുണ്ടല്ലോടാ. അതെന്താണെന്ന് അറിയാമോ അമ്മാവാ? എന്റെ ആദ്യരാത്രി അല്ലേ, ആ ആദ്യരാത്രിയുടെ കാര്യം ആലോചിച്ചിട്ടേ കട്ടിലിന് നാണം വന്നൊന്ന് പൊളഞ്ഞതായിരിക്കും. എന്തോ? ഞാൻ പിള്ളേരെടുത്ത പറയാം. പിള്ളേർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തോളാമേ. ആരോടാ മാമ സംസാരിക്കണത്? കട്ടില് ചോദിക്കുവാ നിങ്ങൾ കിടക്കുന്നില്ലേന്നു. കട്ടില് തന്നെ ചോദിച്ചുവാണോ? അമ്മാവാ, താണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മാവന്റെ ആ മെനകെട്ട സ്വഭാവം ഇവിടെ എടുത്തു പോയതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടിയാൻ തരും കേട്ടോ. ഏടാത്ത സമയത്ത് കയറി വന്നിട്ട് മോനെ, ഇവിടെ ആരെങ്കിലും സോപ്പ് കമ്പനി ജോലി ഉണ്ടോടാ? അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ കഥയിനകത്ത് മൊത്തം സോപ്പിന്റെ കവർ കുത്തി വെച്ചേക്കുന്നു. അതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ കല്യാണം നടക്കുന്ന വീടുകളിലേ ഇങ്ങനെയൊക്കെ ഉള്ള ചില ഞരമ്പ് അമ്മാവന്മാര് കയറി വരും. അവരുടെ ദൃഷ്ടി ആ തൊളയെ കൂടി ഈ കട്ടിലേക്ക് പതിയാതിരിക്കാൻ ഞാൻ തന്നെ ചെയ്തു വെച്ചതാ. എനിക്ക് ടാക്കിയതാന്ന് തോന്നത്തേ ഇല്ല അമ്മാവാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്കൊരു ശാന്തി മുഹൂർത്തം ഉള്ളതാ. എടാ, ശാന്തി മുഹൂർത്തത്തെ അങ്ങനെ ചെറുതായി കാണരുത്. അത് വലിയൊരു ചടങ്ങാത്. പിന്നെ ഇതെന്താ കുഴപ്പമെന്ന് പറയും. നീ ഇരുന്നേ, ഞാൻ പറയാം. എടാ, ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ഈ ചടങ്ങിനെ പറ്റി. കാരണം എന്താ, ഈ വീട്ടിൽ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വലിയൊരു കാരണവരില്ല. ഇല്ലാന്നേ, എന്റെ ദൈവം, ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് പേടി. എന്റെ ശാന്തി മുഹൂർത്തം മുടങ്ങുമോ? എടാ, ഈ ശാന്തി മുഹൂർത്തം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നിന്റെ തലമുറയ്ക്കാണ് നല്ലത്. ദൈവമേ, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ട ഒന്നുമില്ല. നീ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് കയ്യും കാലും കഴുകി വൃത്തിയായി വരിക. അതാണ് ആദ്യ ചടങ്ങ്. അത്രയുള്ള കാര്യം. ഞാൻ കാല് കഴുകിയിട്ട് വന്നാ പോരെ? നീ എവിടെ പോണ്? ഞാൻ ആ പൈപ്പിനോട്ടി പോയിട്ട് കഴിക്കോളാം. ഇവ ശാപം വലിച്ചു വെക്കുമല്ലേ ഇത്? എടാ, ഇത് അങ്ങനെ കഴിയിട്ട് കാര്യമില്ല. ഇത് ഒഴുക്കുള്ള വെള്ളത്തിൽ കാല് കഴുകരുത്. ആണാ? എന്നാ പിന്നെ അപ്പുറത്ത് കിണറല്ലേ കിടക്കണ, തൊട്ടിന്ന് വെള്ളം കോരിയിട്ട് കാല് കഴുകിയാ പോരെ? ഇവൻ ഉറപ്പിച്ച് ഇവൻ ശാപം വലിച്ചു വെക്കും. എടാ, തൊട്ടിയിലെ വെള്ളം എടുത്ത് നിന്റെ കാലെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഭൂമി പതിക്കില്ലേ? ആ വെള്ളം ഭൂമി പതിക്കാൻ പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒഴുകിയ വെള്ളത്തിൽ കാല് കഴുകാൻ പാടില്ല. കാല് കഴുകിയ വെള്ളം ഭൂമിയിൽ വീഴാൻ പാടില്ല. പിന്നെ ഇതിപ്പോ ഞാനിതെങ്ങനെ കാല് കഴുകും? എടാ, ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചു വെക്കുക, എന്നിട്ട് കാല് അതിലേക്ക് വെച്ച് കഴുകണം. വെള്ളം ഭൂമി വീഴില്ല. ശരി, അവൻ ശാന്തി മുഹൂർത്തം നടത്തുമല്ല, അങ്ങനെ ചെയ്തിട്ട് വരാം. ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ. ആണ്ടേ, ഓട്ടയ്ക്കകത്ത് സോപ്പിന്റെ കവറല്ലാടെ കുത്തി വെച്ചേക്കുക. വേറെ കാര്യമുണ്ട്, ദൈവം തമ്പുരാൻ നമുക്ക് കാഴ്ച തന്നേക്കുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയാ. കുഞ്ഞമ്മാമ എവിടെ കാണ്ട? എടാ, ആദ്യരാത്രി ഉറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് അവൻ മമ്മൂട്ടിയുടെ വിഗ്രഹം കാണിച്ചോണ്ട് നടക്കുവാണോ? ഞാൻ മമ്മൂട്ടിയുടെ വിഗ്രഹം കാണിച്ചതല്ല. ഇത് കണ്ടാ? എന്റെ കാല് കണ്ടാ? അയ്യോ, കുളത്തിനകത്തൊരു ഭൂതം കയറിയിരിക്കുന്നേ. ഭൂതം, എനിക്കൊരു വരം തരാവോ? എന്ത് വരമാണ് വേണ്ടത്? എനിക്ക് ദൂരെ കാഴ്ചയില്ല, എനിക്ക് കാഴ്ച തിരിച്ചു തരാവോ? അതിനേക്കാളും നല്ലത് കുളിക്കടവ് എടുത്തിട്ട് വീടിനോട് ചേർത്ത് വെക്കണതല്ലേ. എന്റെ മാമ, നിങ്ങൾ വലിയ വർത്താനം പറയരുത്. നിങ്ങൾ ഒറ്റ കാരണമല്ലേ ഈ കുളത്തിൽ എന്റെ കാല് പോയത്. എടാ, ഞാനെന്താ? നിങ്ങളല്ലേ പറഞ്ഞത് ഒഴുകണ വെള്ളത്തിൽ കാല്
കാല് കഴുകാൻ പാടില്ല, കാല് കഴുകിയ വെള്ളം ഭൂമി പതിയാൻ പാടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അന്ന് ഈ കുടം എങ്ങനെ കയറി? ഈ കുടത്തിൽ പാത്രം നോക്കിയപ്പോ പാത്രം കണ്ടില്ല. അപ്പൊ ഈ കുടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിനകത്ത് കാലിട്ട് മുക്കിയപ്പോ കാല് വലിച്ചൂരാൻ പറ്റണില്ല മാമ. എന്റെ ശാന്തി മുഹൂർത്തം പോകും. മാമ ഒരു കാര്യം ചെയ്യ്, നോക്കി നിൽക്കുന്ന വലിച്ചൂരിയെ. ഞാൻ വിളിച്ചൂടാ. എന്നാ പിന്നാക്ക് നോക്കിക്കേ, ഒന്ന് വലിച്ചാവോ? കാണിക്കേ. പിന്നെ നോക്ക്, എന്റെ മാമ ഒന്ന് വലിക്കുന്നത്. അവിടെ കാണാൻ പോയി വലിച്ചോണ്ടിരിക്കണം. അയ്യോ എന്റെ ദൈവമേ. അയ്യോ. മാമ ഈ കൊടവും ഇങ്ങനെ തള്ളി നിന്ന് കഴിഞ്ഞാൽ ശാന്തി മുഹൂർത്തത്തിന് തടസ്സമോ? ഇച്ചിരി ഒതുക്കി വെച്ചാ നന്നായിരിക്കും. പരമാവധി ഒതുക്കി വെച്ചാക്കിയാണെന്നേ. എന്നിട്ടോ എന്റെ മാമ, എന്റെ ശാന്തി മുഹൂർത്തം നടക്കൂലേ? എടാ നീ പേടിക്കണ്ട, നിന്റെ കാലല്ല കുടം കയറിയിട്ടുള്ളൂ. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് വെളിയിൽ നിന്ന് കാണാലോ. അതെങ്ങനെ കാണും? അതൊക്കെ കാണാൻ ശിവു, എടാ കല്യാണത്തിന് ഇത്തിരി താമസം. ശിവു എന്നെ കണ്ടപ്പോ അവന്റെ സ്റ്റൈലൊക്കെയാണ് മാമ. ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ് മാമ. എവിടെ? അംഗൻവാടിയില്. നിനക്ക് അത്രയും വിദ്യാഭ്യാസം കൊണ്ടാ? അളിയാ, നീ എന്നാലും ഇന്ന് രാവിലെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. നീ എന്നെ കണ്ടപ്പോ എന്താടാ സ്റ്റൈല് കാണിച്ചത്? അല്ല, സ്റ്റൈല് കാണിച്ചതല്ല അളിയാ. നിന്റെ കണ്ടപ്പോ ഞാൻ എന്തിനാ സ്റ്റൈല് കാണിക്കും? എന്താടാ ഒരു കിലുക്കം കേട്ടത്? എന്തിനാ ഒരു കിലുക്കം കേട്ടടാ? ഒന്നും കൂടെ നടക്ക്. കിലുക്കം കേട്ട്. ഈ കിലുക്കോണാ? എടാ അത് വേറൊന്നുമല്ല, എന്റെ അരിഞ്ഞാണത്തിന്റെ മണി കിടന്ന് കിലുങ്ങേണ്ടതാ. മണിക്ക് ഭയങ്കര കിലുക്കം തന്നെടാ ശിവു. തന്നെയല്ലേ? നീ ഇവന്റെ കല്യാണത്തിന് വരാൻ പോയായിരുന്നു? മുടിഞ്ഞാളാ, കഴുത്ത് വരാളായിരുന്നു. പിന്നെ മണ്ഡപത്തിൽ എനിക്ക് ഇരിക്കാനും കൂടി സ്ഥലം കിട്ടിയില്ല. അല്ല പിന്നെ നീ എവിടെയായിരുന്നു താലി കെട്ടി? ഞാൻ കലവറയിലിരുന്ന് കെട്ടി. എന്നാലും ഒളിയാ, നീ രാവിലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഒരുപാട് തിരക്കുള്ള മനുഷ്യനല്ലേടാ. അതെല്ലേ? അപ്പൊ നിനക്ക് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. അതെല്ലേ? എന്താ മാമ സ്നേഹം കണ്ട ഗിഫ്റ്റ് ആയിട്ടാ വന്നത്. അളിയാ, നീ ഒരു കാര്യം ആലോചിക്കണം. ഇത്രയും ഗിഫ്റ്റുകൾ ഇവിടെ കിട്ടിയിട്ട് ആദ്യമായിട്ട് പൊട്ടിക്കാൻ പോണ നിന്റെ ഗിഫ്റ്റാ. എന്റെ ദൈവം എന്താന്ന് എന്താടാ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. അതല്ല, അവൻ ഭയങ്കര വില കൂടിയ ദാനമായിരുന്നു. വലിച്ച് നീ ഇത് എവിടത്ത് മേടിച്ചതാ? ഇത് കോയമ്പത്തൂരിൽ നിന്ന് നിനക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നേ. കൊറേ കഷ്ടപ്പെട്ട് കാണുമല്ലേ? പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ. ആണ്ട്രാ, നീ ഇത് നോക്കിയേ. മഹാഭാവി ഒരു കുടത്തിൽ കാല് പറ്റിട്ട് അത് വലിച്ചൂരാൻ പറ്റ പാടെ എനിക്കറിയാം. അതിന്റെ ഇടയ്ക്ക് നീ ഒന്നാമത് അവന്റെ കാലം ഒരു കുടം കയറിയിരിക്കുക, അതിനോട് ഗിഫ്റ്റ് ഒരു കുടം മേടിച്ചോണ്ട് വന്നേക്കുന്നു. ഒരു വാക്ക് പറഞ്ഞ കലം മേടിച്ചോണ്ട് തലേ കൂടി കപത്ര. എന്റെ അളിയാ പറഞ്ഞിരിക്കാൻ സമയമില്ല. എങ്ങനെ കൊണ്ട് വലിച്ചു വരുത്താൻ? നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഷിബു, ഞാൻ ഇത് ഓർത്ത് തരും. നീ കാര്യം ഇതൊക്കെ ഇതുപോലത്തെ കുടങ്ങൾ ഫയർഫോഴ്സിനെ വിളി. ഫയർഫോഴ്സിനെ വിളി. ഫയർഫോഴ്സിനെ വിളി. ഇതൊക്കെ പെട്ടെന്ന് വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് എടുത്ത് കളയണം. വിളിച്ച അമ്മാവാ. മിസ് കോൾ അടിച്ചിട്ടുണ്ട്, വേണേ അവര് തിരിച്ചു വിളിക്കട്ടെ. നമുക്കൊരു വർക്ക് പിടിച്ചു കൊടുക്കണല്ലേ? അമ്മാവ ഒന്ന് വിളി, ഒന്ന് ഫയർഫോഴ്സ് വന്നാൽ ഇത് ഇളക്കാൻ പറ്റുമോ? ശാന്തി മുഹൂർത്തം. ശാന്തി മുഹൂർത്തം. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? ഇവിടെ കല്യാണ ചെറുക്കന്റെ കാലിന് കുടം കുരുങ്ങി. കുടം കുടം. അത് മതി, അത് മതി, അത് മതി, അത് മതി, അത് മതി, അത് മതി, അത് മതി. അരമണിക്കൂറിനകത്ത് അവർ വരുമല്ലേ? നാളെ വരുവോളൂ, നാളെ വരുവോളൂ. പിന്നെ മാമന് തിരാണ് അത് മതി, അത് മതി എന്ന് പറഞ്ഞത്. നാളെ വരത്തോളെന്ന് പറയാൻ പിന്നെ അത് മതി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അവരിപ്പോ അവിടെ പോയേക്ക്. അവൻ വലിയൊരു തീപിടുത്തം നടക്കുന്നത് കാട്ടില്, അത് അണയ്ക്കാൻ വേണ്ടി പോയേക്കുന്നു. ബാക്കിയുള്ളവന്റെ മൂട്ടില് തീ പിടിച്ചോണ്ടിരിക്കുക. അതിന്റെ അടുക്കാണ് ഈ കള്ളക്കിളവൻ. നീ വന്നേ, മാമനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ കാര്യം പറട്ടെ, അവൾ എന്ത് പ്രതീക്ഷയായിട്ടായിരിക്കുള്ളൂ മണിയറയിൽക്ക് വന്നേന്ന് അറിയാം. ആ സമയത്ത് എന്റെ കാലിൽ കുടം കണ്ട നാണക്കേടല്ലേ? ഇത് അവളെ കാണരുത്. നിന്റെ ശാന്തി മുഹൂർത്തം നടക്കണം. അത്രേ ഉള്ളൂ. നീ ഇതൊക്കെ ഇങ്ങോട്ട് വാ. നീ കേറ്, നീ കേറ്, മണിയറ വാതിലോട്ട് കേറ്. നീ അവള് കാണാതെ നിനക്ക് ശാന്തി മുഹൂർത്തം നടത്താം. അത്രേ ഉള്ളൂ. അത് മതി. അങ്ങോട്ട് നീ ഇതേ ഇവിടെ അങ്ങോട്ട് കിടന്നേ. എടാ അവിടോട്ട് കിടയടാ. ഇങ്ങനെ പിന്നെ അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ മൂടി അങ്ങ് കിടക്കണം. പാലും കൊണ്ട് വരും. ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് കണ്ടാ മതി. അത്രേ ഉള്ളു പരിപാടി. പിന്നെ അല്ലാതെ സിമ്പിള് കാര്യല്ലേ ഇതൊക്കെ. ഞാൻ പാലും കൊണ്ട് വരട്ടാവുള്ളൂ, അപ്പൊ നമുക്ക് കാണാലോ ഇതെന്തോ സംഭവം ഒന്നും അറിയാൻ പറ്റുമല്ലോ. പിന്നെ എന്താ പറയുന്നത്? പാലും കൊണ്ട് ഇപ്പൊ വരുമോ മാമ? നിനക്ക് മുട്ടിയിരിക്കണല്ലേടാ, അവന് കുഴപ്പമില്ല. പിന്നെ നിനക്കെന്ത്? അമ്മാവൻ പോണില്ലേ? പെണ്ണ് വരട്ട്. പോയിക്കോളൂ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും ആതിരത്തിൽ നിന്ന് പറയുമ്പോ അങ്ങ് വന്ന് നിന്നോണം. നീ പോണില്ലേ?
അല്ല ഞാൻ നീ ഒരുമിച്ച് പഠിച്ചാണ്, അതിന് അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാടാ. എന്റെ ദൈവമേ ഒന്നിറങ്ങി പോടാ, എന്റെ ശാന്തി മുഹൂർത്തോടത്. നേരത്തെ ഒരെണ്ണത്തിന് സഹിച്ചാ മതിയായിരുന്നു, ബാക്കി ഇങ്ങനെ തന്നെ വൈ അല്ലേ? കള്ളൻ കള്ളോർക്ക് ഉറങ്ങുക. ചേട്ടാ ചേട്ടാ എന്ത് താലിങ്ങനെ മൂടി പിടിച്ച് കിടക്കണേ? നാണായിട്ടാ? നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു, അപ്പൊ അതിന്റെ ഒരു ചെറിയ നാണം. നീ പാല് കുടിക്കേ, മോള് കുടിക്ക്, ചേട്ടൻ കൂടി, മോള് കുടിക്ക്, ചേട്ടൻ കൂടി, മോള് കുടി. നമുക്ക് വേണ്ട എനിക്കാണ്, എനിക്ക് ഭയങ്കര ദാഹം. ആമാ അത് എനിക്കും വേണം. അതങ്ങനെ ശരിയാവും. ഞാൻ കുടിച്ചതിന്റെ പകുതി നീ കുടിച്ചാ പിന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ? അപ്പൊ നമ്മുടെ ആദ്യ രാത്രി എന്റെ ദൈവമേ. മോളെ പിന്നെ എന്ത് കല്യാണം കഴിഞ്ഞതല്ലേ, ഞാൻ മോളെ കൊണ്ട് ഇന്ന് പറക്കും. പറക്കണേ കൊള്ളാം, മേളി ആസ്പെറ്റാ പൊട്ടിച്ച് കളയല്ലേ. പിന്നെ അപ്പൊ ചോദിക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്ത് ചേട്ടാ? ഒരു മരു. അയ്യോ എനിക്ക് നാണ. ഒരു മാറ്. അയ്യോ അവിടെയല്ല, ഇവിടെ. ചേട്ടാ നമ്മള് കണ്ടുമ്പോ ഒരാളും കൂടി ഇരിക്കണം. എവിടെ ഇരിക്കണ്? എന്നോട് ചോദിക്കാതെ കട്ടിലിന്റെ അവിടെ. അയ്യോ ഞാനൊരു ഉമ്മയും കൂടെ കൊടുത്തു. പിന്നെ ഞാൻ ഇന്ന് അയ്യോ കാലില് കൊടോ. ഇതായിരുന്നാ കണ്ടത്? അതെ, ഇനിയിപ്പോ ഏതായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാ. നമ്മുടെ ഇവിടുത്തെ ഒരു അമ്മാവനില്ലേ, ആ അമ്മാവൻ എന്നെ ഈ കുടത്തില് ചാടിച്ചതാന്നേ. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല, കണ്ട സ്ഥിതിക്ക് മോളെ തന്നെ ഒന്ന് വലിച്ചു ഊരി നോക്കിയേ. അയ്യോ കാര്യം മാറിയെന്ന് തോന്നുന്നു. അവന്റെ കാര്യത്തിലാ കേൾക്കുന്നേ. അയ്യോ അമ്മേ അമ്മേ, കാലുവേരെടുത്തിട്ട് പാടില്ല. അയ്യോ ഒരുത്തി വന്ന് കെട്ടി കേറിയപ്പോഴേ തന്നെ എന്റെ മോനെ കുടത്തിനകത്ത് കിളിപ്പിക്കാൻ കുടിച്ചിട്ട്. അയ്യോ എന്നാ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. എന്റെ അമ്മ ഇത് കിളിപ്പിക്കാൻ വിളിച്ചിട്ട് അങ്ങനല്ല, പിന്നെ ഇത് കുടത്തെ കാല് പറ്റുമോ ഇപ്പൊ ഊരാൻ കിട്ടണില്ലാന്ന്. നീ എന്തിനാണ് ചെറുക്ക കുടത്തി കൊണ്ട് കാലിട്ടത്? കാല് കഴുകാൻ. എടാ അണ്ടാവിനകത്ത് ചരുവത്തില് എന്തോരം വെള്ളം കിടക്കുന്നു, എന്നിട്ട് കുടത്തിനകത്ത് കാലിട്ട് കഴുകാനുള്ള മണ്ടം ബുദ്ധി നിനക്ക് ആരാടാ ഉപദേശിച്ചത്? ആരാണെന്നാ? നിങ്ങളുടെ അമ്മാവന്റെ കുഞ്ഞമ്മയുടെ വെല്ലുമ്മയുടെ ചേച്ചിടാ. ഞാനാ? ആഹാ നിങ്ങൾക്ക് എന്തോത്തിന്റെ കേടായിരുന്നു അമ്മാവാ. ഇതൊരു ചടങ്ങായിരുന്നു. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ചടങ്ങ് ഞാൻ ഇവിടെ നടത്തും. അയ്യോ എന്റെ ചെറുക്കന്റെ കാല്. എന്റെ ശാന്തി മുഹൂർത്തം അതിക്കുള്ള എന്തെങ്കിലും ചെയ്യും. ഫയർഫോഴ്സിൽ വിളിക്കുവാ. ഒരു കാര്യം ചെയ്യാം, ഫയർഫോഴ്സ് വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് ഊരി വരും. പിടിച്ചാൽ വരും. നമ്മളെ പിടിച്ചു കഴിഞ്ഞാ വരും. ഞാൻ പറയാം, പിടിക്കും മാമ. പിടിക്കട്ടെ. ഈ കാലം മക്കല്ലേ, ഈ കൊട ഊരി വരുന്നില്ല. എന്താ വേണ്ടി നീ ഒരു കാര്യത്തെ ന്യൂസ് അടിക്കടാ. അയ്യോ 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 കൊടങ്ങാനില്ല. കൊടപോയി. എന്റെ ദൈവമേ കൊടപോയി. എന്റെ ശാന്തി മുഹൂർത്തം. സന്തോഷമായി. ഇത്ര നേരം ആ അമ്മാവനെ കിടന്ന് ചീത്ത പറഞ്ഞു. ഇപ്പൊ ഈ കൊട ഊര അമ്മാവൻ മാത്രമേ ഉണ്ടായുള്ളൂ. പാവ അമ്മാവനെ. അയ്യോ അമ്മാവൻ എന്തേ കൊട ഊരിട്ട് ആ കുടം കൊണ്ട് പോയാ? നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഈ കിണറ്റിനുള്ളിലുണ്ട്. ഉത്സവം നടക്കുന്നടാ. ഇല്ല, അനൗൺസ്മെന്റ് എവിടുന്ന്? എവിടെ കൊണ്ട്? ബന്ധുക്കാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ കിണറ്റിനകത്തുണ്ട്. അയ്യോ മാമൻ അമ്മാവ കേറി വാ അമ്മാവ. കയറിട്ട് കൊടുക്ക്, കയറിട്ട് കൊടുക്ക്, കയറിട്ട് കൊടുക്ക്, കയറിട്ട് കൊടുക്ക്. പിടിച്ചോ വലിച്ചോ വലിച്ചോ.
അയ്യോ ദേടാ മക്കളെ, 2 ആഴ്ച മുമ്പ് എന്റെ കിണറ്റിൽ പോയ കാലം ഒരു ചരിവും കൂടെ ഉണ്ടായിരുന്നു. അതിനകത്താ ഞാൻ ഇരിക്കുന്നേ. ആണോ? എടാ മോനെ, എടാ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിയടാ. ഇത് ഊരാൻ പറ്റുന്നില്ലടാ. പെട്ടെന്ന് വിളിയടാ, പെട്ടെന്ന് വിളി. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? അതെ, മാമന്റെ തലയിൽ കലം കുടുങ്ങി. ആണോ? മതി 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 മതി. വരുമോ മക്കളെ? ഇല്ല, അവര് നാളെ വരുവുള്ളൂ. ആണോ? എടാ അപ്പൊ നീ മതി മതി എന്ന് പറഞ്ഞതാ. പിന്നെ അവര് നാളെ വരുവുള്ളൂ എന്ന് പറയുമ്പോ പിന്നെ എനിക്ക് മതി മതി എന്നല്ല പറയാൻ പറ്റുമോ? അവര് നാളെ വരുവുള്ളൂ. നാളെ വരുവുള്ളൂ. അങ്ങനാണെങ്കിലേ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം തുടങ്ങുന്നതിന് മുമ്പേ ആരെങ്കിലും കൊണ്ട് ഇവിടെ 2 ഓട്ടയിട്ടാടാ. എന്ത് കാര്യത്തിന്? ഈ മാമന്റെ ദൃഷ്ടി നിങ്ങളുടെ കട്ടിലേക്ക് പതിക്കാൻ. ലൂസ് അടിക്കടാ. ആൻഡ് മാസ്റ്റേഴ്സ്, നമ്മൾ ഇനി കാണാൻ പോകുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് വൈറൽ സെഗ്മെന്റ് ആണ്. ചിന്നു മിന്നുവിന് പകരം ഞാൻ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് കണ്ടന്റിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. കണ്ടന്റ് ആദ്യം ഓർത്തെടുക്കട്ടെ, ഞാൻ മറന്നു പോകുന്നു. അതെ, നിങ്ങൾക്ക് വാ കൊണ്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും കൊണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എന്താ പറയാ? നല്ലൊരു ഉത്തരം വായില്ലേ? പറട്ടെ, കേക്കട്ടെ. എന്താണ് പറഞ്ഞ? അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എനിക്ക് മനസ്സിലായില്ല. പിന്നെ പോട്ടെ, നമുക്ക് അതങ്ങ് എയറിൽ വിട്ട് കളയാം. അപ്പൊ ഒരു കുഴപ്പമില്ല. അത് തന്നെ പോട്ടെ, അത് പോട്ടെ, എയറിൽ വിട്ട് കളയാ. എയറിൽ വിട്ട് കളയാം. വലിയ ബുദ്ധിമുട്ടുള്ള അല്ലല്ലോ. ഓക്കെ, വേറൊന്നല്ല. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ ആണ്. ഈ പറയുന്നത് ഇതിന് നമ്മൾ സ്നാപ്പിംഗ് എന്നാണോ പറയാ? അത് സ്നാപ്പിംഗ് അല്ലെ? നമ്മൾ തുടക്കത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി. പക്ഷെ ഇതിന്റെ ഒരു സൗണ്ടിന്റെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഒരു വലിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ ഇതിലാണെന്ന് ചോദിച്ചാൽ കുറവാണ്. ടേബിളിനപ്പുറം ഇപ്പുറം ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാണ്ട് ഒരു ഡിസ്റ്റൻസിൽ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. ഇതുപോലെ പല സ്നാപ്പിംഗ് പോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് കൈയിന്റെ ഇത് തമ്മിൽ അടിക്കുന്നതാണോ എന്ന് അറിയത്തില്ല, സൗണ്ട് വരികയാണ്. അത് ഡ്രംസ് നന്നായിട്ട് താളം കൊട്ടുന്ന ഒരു രീതിയിലുള്ളത്. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റയിൽ നോക്കി ലൈക്ക് അയച്ചു, പിന്നെ പേര് നോക്കി, സാധനം കിട്ടി, ഫോർവേഡ് ചെയ്ത് തൂക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പിന്നെ വേറെ ഒന്നും ചോദിക്കാൻ പോയില്ല. മണികണ്ഠൻ എന്നാണ് പയ്യന്റെ പേര്. ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കത് കേട്ട് നോക്കിയാലോ? ഓക്കെ, മണികണ്ഠ. മോനെ മണികണ്ഠ, ഹായ്, എന്താ വിശേഷം? സുഖം. എവിടെ വീട്? കാസർഗോഡ് മുളിയാറ്. നമ്മുടെ കാസർഗോഡുകാരനാ? അതെ. ശരി. അപ്പൊ കാസർഗോഡുള്ള എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. താങ്ക് യു. ഒരുപാട് സന്തോഷം. കുറച്ച് ദിവസമായി നമ്മുടെ കാസർഗോഡുകാരെ കണ്ടിട്ട്. അപ്പൊ എന്താ ഇത് എത്ര നാളായി പരിപാടി? ഞാന് ഇപ്പോ 2 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയൊരു കാര്യം ചെയ്യാല്ലേ, നമുക്കതങ്ങ് പെർഫോമൻസ് കാണാം. അതെ, നമ്മൾ ഫോണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയാണ് നമ്മളത് കാണാൻ പോകുന്നത്. അപ്പൊ പൊളിക്കാം. താങ്ക് യു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ക്ലാസിക്കൽ ഒരു റിതമാണ് ചെയ്യുന്നത്. അത് മൃദംഗം, കച്ചേരിയിലെല്ലാം മൃദംഗം കേൾക്കുന്നില്ലേ, അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അടുത്തായിട്ട് ശിങ്കാരി മേളത്തിൽ പോകുമ്പോ ഒരു ശിങ്കാരി മേളത്തിന്റെ ഒരു ഫിംഗർ ഡ്രംസ്. ഓക്കെ. ലെസൺ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊപ്പം ഓളം വെക്കാൻ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മൾ ഇരുന്ന് കേൾക്കണം. അതുകൊണ്ട് നമ്മളെല്ലാരും പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇനിയുണ്ട് ഐറ്റം ഉണ്ട്. നമ്മുടെ മാർഗയെ മല്ലികയെ പറഞ്ഞിട്ടൊരു പാട്ടില്ല, മേഘം ഫിലിമില്. അപ്പൊ അതില് മമ്മൂക്ക വരുമ്പോ ഒരു ഇൻട്രോ സോങ് ഉണ്ട്. അപ്പൊ ആ ഒരു ബീറ്റ് എങ്ങനെയാന്ന് നോക്കാം. അയ്യോ,
കറക്റ്റ് കേട്ടാ, കറക്റ്റ്. നമ്മുടെ മനസ്സിലാ ഫുൾ ട്യൂൺ അങ്ങ് പോവും ആ സമയത്തുള്ളത്. കറക്റ്റ്. ഓക്കെ, അടുത്തത് വെസ്റ്റേൺ ടച്ചില്. ഒരു വെസ്റ്റേൺ എങ്ങനെയാണ്, അത് എന്റെ ബോഡിയും വിത്ത് ഫിംഗർ ഡ്രംസ് കൂടി. ഓ, ഇതിന്റെ കുറച്ച് പ്രോവേഷൻ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ജാസ് ഡ്രംസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് ജാസ് ഡ്രംസിൽ എങ്ങനെയാണ് കൊട്ടുന്നത്, അതാണ് ഫിംഗർ ഡ്രംസിലെ. ലാസ്റ്റ് ആയിട്ട് എന്നെ ഒന്നിച്ച് നിങ്ങളും കൂടണം. ഓക്കെ, നമ്മളൊരു ജുഗൽബന്ദി ചെയ്യാം. ഓക്കെ, ഞാൻ 3 സ്നാപ്പ് അടിക്കുമ്പോ നിങ്ങൾ 3 കൈ അടിക്കാം. ഓക്കെ, രണ്ട്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. കാരണം എന്താ അറിയോ, ഇതിങ്ങനെ ചെയ്ത് ഭയങ്കര വേന എടുക്കില്ലയോ? മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോ ശീലായി. ശരിക്കും ഇത് എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നത്? ഏതൊക്കെ ഫിംഗേഴ്സ് തമ്മിൽ? ഈ 2 വിരല് ഇത് ഇങ്ങനെ, ഈ 2 വിരല് തളർത്തുമ്പോ മണിയുടെ എനിക്കൊന്ന് വിരലുകൾക്ക് നീളം കൂടുതലായിരിക്കും. അല്ല, വിരലിന് മണിയില്ലായിരിക്കും. ശരിയാട്ടോ, അറിഞ്ഞു പേരിട്ടോലുണ്ട്. കൊള്ളാം, അടിപൊളി കേട്ടാ. എന്തോരം പല ടൈപ്പ് കഴിവുകളുള്ള ഇതെങ്ങനെ ഇങ്ങനെ ചെയ്താ വരും എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കിയേ? മ്യൂസിക്കോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ചെണ്ടമേളൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഇൻട്രസ്റ്റ് വരുമല്ലോ. ഓക്കെ, അപ്പോ അങ്ങനെ കൊട്ടുവോ? ഞാൻ ചെണ്ട പഠിച്ചിട്ടില്ല, പക്ഷെ കേട്ടിട്ട് പരിചയമുണ്ട്. അപ്പോ പിന്നെ നമ്മൾ ഈ +2 നമ്മൾ ബെഞ്ചിന്റെ അടിയിലെല്ലാം ഇങ്ങനെ വെറുതെ ചെയ്യുമ്പോ അത് മ്യൂസിക്കിലേക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ഭയങ്കര ഡിഫറെന്റ് തോട്ടായി പോയി. അതായത് ഫിംഗർ ഡ്രംസ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു സംഭവം. ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അതിശയത്തോട് നോക്കി ഇത് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഐഡിയ തന്നെ പോണ്ടേ, വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അത് വെച്ചിട്ട് അതൊരു മ്യൂസിക്കൽ ആക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു റെക്കോർഡിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കത്തില്ലയോ? ഞാനിപ്പോ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒരു വേൾഡ് വൈഡ് റെക്കോർഡും കൂടി എടുത്തിട്ടുണ്ട്. അതെന്താ റെക്കോർഡ് എന്തായിരുന്നു? അത് 1 മിനിറ്റിൽ മാക്സിമം സ്നാപ്സ്. ഞാൻ ഒരു കയ്യില് 1 മിനിറ്റിൽ 235 സ്നാപ്പ് അടിച്ചിട്ടാണ് ഈ റെക്കോർഡ്. 1 മിനിറ്റ് 230 മേലെ. അതെ. ഓ, എവിടെ എന്താ ചെയ്യുന്ന? അതായത് ഞാനിപ്പോ PG ഫസ്റ്റ് ഇയർ MA കന്നഡ. കന്നഡയാണോ? കാസർഗോഡ്. ശരി. വീട്ടിലായിരിക്കാണ്? വീട്ടില് അമ്മ, 2 ചേട്ടന്മാര്, ഒരു അനിയൻ. ഇവരിലാരെങ്കിലും ഒക്കെ ഇതുപോലെ സ്നാപ്പിംഗ് പാട്ട് അങ്ങനെ? ചേട്ടൻ ചെറിയേട്ടനും വലിയേട്ടനും ചെറിയ അനിയനും യക്ഷഗാനാണ്. അപ്പോ പിന്നെ ചെറിയേട്ടൻ ആർട്ടിസ്റ്റാണ്. ഭയങ്കര ഒരു ഡിഫറെന്റ് തോട്ടാണ് ഈ ഒരു സ്നാപ്പിംഗ് എന്നുള്ളത്. ആൻഡ് ഈ ഫോണിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഇത്രയും ഒരു ഹാർഡ് വർക്കിംഗ് ഉണ്ട് എന്നുള്ളത്. ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഇതിന്റെ കാര്യങ്ങളൊക്കെ? നമ്മള് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യൂല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ടേക്ക് എടുത്ത് വീഡിയോ എടുക്കും, അപ്ലോഡ് ചെയ്യും. ഷോൾഡർ പെയിൻ വരും, ഷോൾഡർ നല്ലോണം പെയിൻ വരും. മൊത്തത്തിൽ ഫുൾ വർക്കാണ് ഇതിന്റെ കൂടെ ചെയ്യുമ്പോൾ. നല്ല വർക്കൗട്ടാ. നമുക്കെന്നാ ഇവിടെ നിന്നാണെന്ന് അവിടെ പോയി വർക്ക്ഔട്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വന്നാലോ? ശരിക്കും ഈ എബ്രോഡൊക്കെ എൻ്റെ സാറ് പഠിപ്പിച്ചതെന്നാണ്, നമ്മൾ ഇങ്ങനെ സൗണ്ട് അടിച്ച് ക്ലാപ്പ് ചെയ്യാണ്ട് കുറച്ച് ഈസി മെത്തേഡിൽ ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങള് ക്ലാസ്സില്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അപ്പൊ എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ബാക്കി ക്ലാസ്സുകാർക്ക് നമ്മൾ കിടന്നോന്ന് വെക്കുന്നതിനെക്കാട്ടും എളുപ്പം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയായിരുന്നു. എന്ന് പറയുന്നത് ഈ ഒരു അപ്രീസിയേഷൻ നമ്മൾ ഓക്കെ. എൻ്റെ ഒരു എൻട്രി ആണ് ഇനി കാണാൻ പോകുന്നത്. ഞെട്ടരുത്.
ഇത് ചേട്ടാ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ് നമ്മുടെ മണിയാണ് ലഭിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള പരിപാടികളൊക്കെ ഇനി നമുക്ക് കാണാൻ സാധിക്കട്ടെ, അതുപോലെ തന്നെ ഒരുപാട് റെക്കോർഡുകൾ നേടട്ടെ. ഓക്കെ, വലിയ നിലയിൽ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമേ നമ്മൾ കാണുന്ന വീഡിയോ പിന്നെ അങ്ങ് വലിയ രാജ്യത്ത് നിന്നൊക്കെ പിന്നെ അങ്ങനെയാവട്ടെ. ന്യൂയോർക്ക്, സിംഗപ്പൂർ, അറിയാവുന്ന കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. അപ്പൊ നമ്മള് അങ്ങനെ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഒന്ന് ടച്ച് ചെയ്യണല്ലോ. എല്ലിന് ഓയിലായോ? ഓയിലായി. ഏജേ നേരെ ഇരുന്ന് ഏജ് ഫോൺ ചെയ്യാൻ പോയോ? അച്ഛപ്പ ഈ ഏജനെ വിളിച്ച ഒരു സമയത്തിനും വരത്തുമില്ല. അല്ല ടച്ചപ്പ്, ഹലോ ടച്ചപ്പ് മേക്കപ്പ് ചെയ്യുന്ന ആളല്ലേ? അല്ല ഉണ്ട്. ഇവിടെ കിടന്ന് ഇത്രയും നേരം ടച്ചപ്പ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് കേൾക്കുന്നില്ലേ? അല്ല ടച്ചപ്പ് എന്നാണ് പറഞ്ഞത്. പിന്നെ ടച്ചപ്പ് എന്നല്ലാണ്ട് ഞാൻ കേട്ടത് സെറ്റപ്പ് എന്നാണ്. ഞാൻ സെറ്റപ്പ് അല്ലല്ലോ. ഓ എന്റെ പൊന്നെ, കൗണ്ടർ ഇങ്ങ് വന്നേ. മേക്കപ്പ് ചെയ്യുന്ന ആളാണോ? അതെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫ്ലോർ വരുന്നത് സാർ. ആ കുഴപ്പമില്ല. ഏജ് വന്നിട്ടില്ലല്ലോ. അല്ല അത് എന്റെ ആളെ നോക്കിയതാ, വിട്ടേക്ക്. അത് പോട്ടെ. എന്താ പേരെന്താ? സാർ എന്റെ പേര് ജിഞ്ചിൽ. ജിഞ്ചിൽ ടോണി. വെറൈറ്റി പേരാണല്ലോ. എന്താ പേരില്? അതെ, ഞാൻ ഈ മേക്കപ്പ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കാണ്ടാണ് എന്റെ അമ്മ ജിഞ്ചിൽ നിട്ടത്. നമ്മുടെ കാർഡൊന്നും കണ്ടില്ലല്ലേ? ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് സാർ, കുറെ അധികം ചെയ്തിട്ടുണ്ട്. അതല്ലേ? ചേട്ടൻ മേക്ക് ഓവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മേക്ക് ഓവർ ചെയ്തായിരുന്നു സാർ. അങ്ങനെ ചെയ്ത് വന്നപ്പോ ഓവറായി പോയപ്പോ അവരെന്നെ പറഞ്ഞു വിട്ടു, മേക്കപ്പ് ഓവറായി പോയി. അങ്ങനെ എന്നെ പറഞ്ഞു. ശരി, പിന്നെ ചേട്ടന് ഇവിടെ സ്ഥലം ഇവിടെ തന്നെയാണോ? എന്തോ സ്ഥലം ഇവിടെ തന്നെയാണോ? സ്ഥലം ഇവിടെയാണ്. ഒരാള് അവധി എടുത്തപ്പോ പെട്ടെന്ന് എന്നോട് കയറി നിക്കണേ. അതെ. അത്യാവശ്യം മേക്കപ്പ് ചെയ്യാൻ അറിയാം. പിന്നെ തീർച്ചയായും ചെയ്തോട്ടെ. അതായത് പിന്നെ ഓയിലി ആണ് അയക്കുന്നേ. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്താൽ ഓക്കെ. ഒരു കാര്യം ചെയ്യാം, ഭയങ്കര കുണ്ടും കുടിയുണ്ട്. ഒരു സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ചിട്ട് വൃത്തിയാക്കി ചെയ്താലും. സാൻഡ് പേപ്പർ മുഖത്ത് വരും. ഇത് മറ്റേ കോല്, ബ്രഷ്, പെയിന്റ്, ഇത് ഇങ്ങനെ ഉറച്ചുറച്ച് വന്നു കഴിയുമ്പോ ഈ കളറായതാ. വൈറ്റ് ആയിരുന്നു. ഇത് പൗഡർ ചെയ്യുന്ന വേറെ ബ്രഷ് ഉണ്ടോന്നോ? വേറെ ബ്രഷ് പല്ല് തേക്കുന്നതാണോ അതോ എനിക്കറിയത്തില്ല. ഇത് പെട്ടെന്ന് ഒരാൾ വിളിച്ചത് കൊണ്ടേ ഏതാ. ഇത് നല്ലതല്ലേ? ഇത് നല്ലതാ. മെല്ലെ ഹെയർ പോവാണ്ട്. അതെ, എനിക്ക് ഭയങ്കര പൊക്കമാണ്. ഏണി വെച്ച് കയറണം തോന്നുന്നു. സോറി. അതന്നെ, കണ്ണിക്കുത്തില്ല. നല്ല മുഖം കേട്ടോ. പക്ഷെ എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ അവതാരകയായിട്ട് നിൽക്കുമ്പോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാമോ? ഈ സൈഡ് മാത്രം കാണിച്ചാൽ മതി. ഇതാ ഭംഗി, മറ്റേത് കൊള്ളത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. അല്ല, എനിക്കതാ ഇഷ്ടം. ഞാൻ TV കാണാറുള്ളതല്ലേ. ഞങ്ങൾക്ക് ഷോട്ടിന് എടുക്കണ്ട. വേഗം ചെയ്യൂ സാർ. ഞാൻ ഒരു സംഭവം ചെയ്യുമ്പോ വളരെ വർണ്ണിച്ച് ആഗ്രഹം. എന്നോടാണോ? ചെയ്യ്. എന്റെ പൊന്നെ ഒന്ന് ചെയ്തോട്ടെ. അയ്യോ, മിറർ ഉണ്ടോ? മിററുണ്ട്. ഇത് ചെളിയൊക്കെ എന്നെ അസ്വസ്ഥരാക്കുന്ന ഇവിടുന്ന്. സാർ ഇവിടെ പൊട്ട് കളയല്ലേ? പൊട്ട് വേണം. ഞാനൊരു ലിഫ്റ്റിക്കിന്റെ കുറവുണ്ട്. ലിഫ്റ്റിക്ക് ഇച്ചിരി കൂടെ ഇടണം. ഒന്ന് ഞാൻ വളരെ ഒരു മിനിറ്റ്. ഈ മൈക്കേലാവാണ്ട്. ഓ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? ഞാനൊന്ന് ഞാൻ ലിപ്പ് വൈഡാക്കി തരാം. അല്ല, ഇപ്പൊ പിന്നെ വൈഡായി പോയത്. എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ഞാൻ തന്നെ പറ്റിച്ച. ഞാൻ തന്നെ ക്ലിയർ ചെയ്യാം. പ്ലീസ് ഞാൻ ചെയ്തു തരാം. പ്ലീസ് ക്ലിയർ. ഇത് ഇവിടെ ഇത്തിരി ഇങ്ങനെ ആയിരുന്നു. അതിപ്പോ ഇങ്ങനെ ഷേപ്പ് ആക്കി. ഞാൻ പറയുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ. ഒരു മിനിറ്റ്. എന്താണ്? ഞാൻ പറഞ്ഞ ലൈൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താ മതി. ഈ കവർ ഞാൻ സ്വന്തമായിട്ട് ഇടങ്ങതാ. അല്ല, ഞാൻ ഇട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് മനോഹരമാകത്തില്ല. ഞാൻ ഇട്ട് തരുന്നതാണ്. ഞാൻ ഹലോ, ഒന്ന് മാറി നിൽക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. എനിക്ക് ഇങ്ങനെ എന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്നെ അസ്വസ്ഥനാക്കി കഴിഞ്ഞാൽ എനിക്ക് ആരാണ് ഇവിടെ ഇന്നലെ വന്നല്ലേ ആളല്ലേ, ഒരാൾ പകരക്കാരനായിട്ട് വന്നല്ലേ. ആ വന്ന ആളെ ഇങ്ങനെയൊക്കെ അവമാനിക്കാം. അല്ല, ഞാൻ അങ്ങനെയല്ല ചേട്ടാ. ഞാൻ ഇതൊന്ന് ചിരിക്കൂ ആ ക്യാമറയിൽ നോക്കി. ഞാൻ ദേഷ്യപ്പെട്ടതല്ല. അങ്ങ് തരൂ, ഞാനത് ചെയ്ത് ക്ലിയർ ചെയ്തോളാം. നല്ല രസമുണ്ടല്ലേ? എന്നും ഈ മുഖം ഇതുപോലെ ഇരിക്കുന്നതിലും നല്ലതല്ലേ ഇന്ന് ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ നല്ലത്? കാരണം പുതുമ വേണ്ട. എപ്പോഴും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ? താൻ എന്നെ ഈ കാണിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇത് വല്ലതും അറിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാന്ന്? അത് ശരിയാക്കി തരാം ചേട്ടാ. എനിക്ക് ഇതൊന്നും റിമൂവ് ചെയ്യേണ്ടി വരും. എന്താ നിങ്ങൾ കാണിച്ചു വെച്ചേക്കണേ? അത് ഒരു മിനിറ്റ്. സെറ്റിംഗ് സ്പ്രേ ഉണ്ടോ? ഷൂട്ടിന് സാർ ഇത് ഫിനിഷ് ആണ്. മാർഗേ, ഇതിന്റെ അകത്ത് നിന്ന് എടുക്കാം. എന്താ പറ്റിയേ? എന്നാ? ഉറുമ്പോ? ചക്കര ഉറുമ്പ്. എവിടുന്ന്? ഞാനേ ഈ പാൻ കേക്കിന് പകരം പിള്ളേരായതുകൊണ്ട് ക്രീം കേക്ക് കൊണ്ടിട്ട് അതാ പറ്റിയത്.
അയ്യോ ഒരു കാര്യം ചെയ്ത് മൊത്തം സെറ്റാക്കി തരാവേ സാറേ. പ്ലീസ് സാർ, ഞാൻ 5 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡിയാക്കി തരാം. ഇത് മൊത്തം റിമൂവ് ചെയ്ത് വേഗമാട്ടെ. മൈക്കിലൊക്കെ ആവും. സെറ്റിംഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും സെറ്റായി പോവും. ഇല്ല, സെറ്റാകത്തില്ല. എന്റെ കയ്യിൽ ഒത്തിരി തുണികളുണ്ടല്ലോ. വീട്ടിൽ നിന്ന് വിളിയാണല്ലോ എന്റെ ദൈവമേ, സമാധാനവും തരികയില്ല. ക്ലോത്ത് എന്നാ അമ്മേ? എന്നത് പാറ്റയ്ക്കടിക്കുന്ന മരുന്ന് അലമാരിക്കകത്തിരിപ്പില്ലേ, പിന്നെ എന്നെ ദരിദ്രം വിളിക്കുന്നത്? ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ അമ്മേ. ഒരു വൈറ്റ് അടപ്പുള്ള കുപ്പി മാറിയോ? ആ കുപ്പിയാണ് ഈ പാറ്റയ്ക്കടിക്കുന്ന മരുന്ന്. എവിടെയാ? അതവിടെ ഇല്ലേ? അവിടെ ഇല്ലേ പിന്നെ എവിടെ പോവാനാ? ഒരിടത്തും പോവല. ഒരിടത്തും ഇല്ല, അത് എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഈ ഈച്ചയുടെ ശല്യം ഭയങ്കരമാണ് ഇവിടെ. ഈച്ച ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം ഈച്ചനെ ഓടിക്കുക, അത് കഴിഞ്ഞിട്ട് വേണം ഷൂട്ടിങ് തുടങ്ങാൻ. ഈച്ച പോട്ടെ. അതെ, കാരണം ഈച്ചയുടെ ശല്യം ഭയങ്കര. പോട്ടെ, ആ വഴി രക്ഷപ്പെട്ടു. അതെ അതെ. ഞാനെന്താ ഉണ്ട്? ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് പറഞ്ഞ് സ്ഥലം വിട്ടു. ചാവാൻ കിടക്കുമ്പോ ഞാൻ വൈൻഡപ്പ് പറയണം. ആ മനുഷ്യന്റെ ദുഷ്ടത്വം മനസ്സിലാവുണ്ടോ? പ്രൊഫഷണലിസം കണ്ട് പ്രൊഫഷണൽ വേണ്ട. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തോ മാർക്കേ. ഒരു സെക്കൻഡ്, എന്തായാലും ആ കോലത്തിൽ നിന്നൊരു വൈൻഡ് പുറത്ത് വെക്കും. ആണോ? വേഗം. ഓക്കെ ഗൈസ്, അത്യാവശ്യ ഘട്ടത്തിലായതുകൊണ്ട് നീറുന്നുണ്ട്. സൈറ്റ് അടിക്കുന്നതല്ല, നീറുന്നുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ ഗൈസ്. തുറക്ക്. അല്ല വേണ്ട, ഇനിയിപ്പോ ഇതിന് അങ്ങോട്ടേക്ക് പോന്നേ.